അമ്മ പറഞ്ഞത് സത്യം തന്നെ റിങ്കി. മൂക്കച്ച കയറോട്ട് നിൽക്കുന്നത്. എടി അതൊക്കെ ഞാൻ കണ്ടു എന്നും പറഞ്ഞു. എടി സത്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഇതിപ്പോ നമ്മൾ എങ്ങനെ അറിയാം എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തതായിരിക്കും. പിന്നെ ആവശ്യത്തിന് ഇത് പച്ചനടുത്ത് ചോദിക്കാനും പറ്റൂല. നീ ഒരു കാര്യം ചെയ്യും പോയി ചോദിക്കും. ഞാൻ ചോദിക്കാനോ? അതെങ്ങനെ ചോദിക്കാം? അമ്മ പറഞ്ഞ നിനക്ക് ഓർമ്മയില്ലേ റിങ്കി? അമ്മ പറഞ്ഞില്ലേ അച്ഛൻ ഇങ്ങനെ നിരീക്ഷിക്കണം, പക്ഷെ അത് അച്ഛൻ അറിയരുതെന്ന്. നീ കാഷ്വലായിട്ട് ഇങ്ങനെ കറങ്ങി നടന്ന് നോക്കിയാൽ മതിയല്ലോ. അപ്പം യാദൃച്ഛികമായിട്ട് കാണുന്ന പോലെ നിരീക്ഷിക്കണം എന്ന് തോന്നിയും ചെയ്യരുത്. ഞാൻ വരുന്നില്ല, നീ പോയി അമ്മയെ വിളിച്ചിട്ടാ. ഓക്കെ, ഞാൻ പോയി നൈസായിട്ട് കയറ് മേടിക്കാൻ പറ്റുമോ? ഓക്കെ, കൊച്ചു കാണല്ലേ. പോണോ? ഒന്ന് താളം ചോട്ടത് പോ. എന്താ കയറൊക്കെ ആയിട്ട്? ഇതേ അവിടെ അയ പൊട്ടി കിടക്കായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ കെട്ടാന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് വലിച്ച് കെട്ടാന്ന് വിചാരിച്ചു. പക്ഷെ എത്തത്തില്ല മോളെ. അപ്പൊ പിന്നെ അങ്ങ് ചുറ്റി വെച്ചേക്കാന്ന് വിചാരിച്ചു. കുരുക്കൊക്കെ ആയി. ശരി, ഇങ്ങടുത്തേക്ക് ഞാൻ ചുറ്റി വയ്ക്കാം. ഞാൻ വെച്ചോളൂ. അല്ല കുഴപ്പമില്ല, ഞാൻ ചുറ്റി വയ്ക്കാം. അച്ഛനെ അമ്മ ചായ കുടിക്കാൻ വിളിക്കണേ. എനിക്കിപ്പോ ചായ ഒന്നും വേണ്ട മോളെ. എന്താ ചായ വേണ്ടാത്തത്? അമ്മ ഇത് കേക്കണ്ട കേട്ടാ. അച്ഛൻ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞ അമ്മ ഭയങ്കര പരാതിയാണ്. ചായയെങ്കിലും കൂടി പോ. ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളൂ. കയറൊക്കെ ആയിട്ട് മനുഷ്യനെ അത് കുരുങ്ങി പോയി. ഞാൻ ശരിയാക്കിയതൊക്കെ. എന്ത് ഇതിന്റെ അറ്റം എവിടെ? ചായ വേണ്ട മോളെ, എനിക്ക് കുടിക്കാൻ തോന്നുന്നു. അമ്മ 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 തിരക്കിലായിരിക്കും, വിളിക്കണ്ട. ചായ പറയാ. അമ്മ അമ്മ അത് തിരക്കിലായിരിക്കും മോളെ. അമ്മ വരട്ടെ. അമ്മ അച്ഛനെ ചായ എടുത്തു വെച്ചിട്ടില്ലേ? അപ്പം വിളിക്ക്. ഞാൻ പറയായിരുന്നു അച്ഛൻ്റെ അടുത്ത് ആ കാര്യം. എനിക്ക് ചായ വേണ്ട പണി ഇപ്പം. ഇല്ല, ചായ എടുത്ത് തണുത്തു. ഞാൻ ഇതൊന്ന് ചുറ്റി വെച്ചിട്ട് വരാം. അത് അവള് ചെയ്യും. വാ വീട്ടിൽ വാ. അച്ഛൻ വാ. അച്ഛാ വാ. ദൈവമേ, ഇത് ഞാൻ ചുറ്റി വെക്കണേ. ഇങ്ങനത് അമ്മ അമ്മ ഓ അയ്യോ അമ്മ. ചേച്ചി, ഞാനേ എത്ര നേരം കൊണ്ട് മണിക്കുട്ടം അവനെ വിളിക്കണം അറിയോ? എന്തിന്? ഒരു കാര്യത്തിന്. മനസ്സിലായി. നീ എന്തിനാണ് മണിക്കുട്ട മാമനെ വിളിക്കുന്നതെന്ന്. നാട്ടിലോട്ട് പോവാൻ വേണ്ടിയിട്ടുള്ള തൊരയായിരിക്കും അല്ലയോ? അത് മാമനെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് മാമൻ ഫോൺ എടുക്കാത്തത്, ഇങ്ങോട്ട് വരാത്തത്. ഓ എടി, നീ എന്നെ അങ്ങനെ എരികേറ്റാനൊന്നും ശ്രമിക്കൊന്നും വേണ്ട. എടി, നമ്മൾ നാട്ടിലോട്ടൊക്കെ പോയിട്ട് എത്ര നാളായി. വെക്കേഷൻ എങ്കിലും പോവാന്ന് വിചാരിച്ചു. ആര് കൊണ്ടുപോകാനടേ? മാമന് തിരക്കൊക്കെയാണ്. ആര് കൊണ്ടുപോകാനെന്ന് അച്ഛൻ്റെ അടുത്ത് പറയണം. മാമന് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഈ മാമ പോണ വഴികളിൽ ഇങ്ങോട്ട് വരണമില്ല. എന്ത് കഷ്ടമെന്ന് ചോദിക്കണേ. നമ്മൾ എവിടെയെങ്കിലും പോയോ വെക്കേഷൻ ആയിട്ട്? ഒരിടത്ത് പോയില്ല. ഞാൻ കാർത്തൂന്റെ കൂടെയെങ്കിലും എവിടെയെങ്കിലും പോകാന്ന് വിചാരിച്ചു. കാർത്തൂന്റെ അടുത്ത് പോയപ്പോഴേക്കും കാർത്തു പോയി അവളുടെ ബന്ധുക്കളുടെ വീട്ടില് സിനിമ കാണാൻ, അത് ഇത് ബീച്ച് എന്നൊക്കെ പറഞ്ഞ് കറങ്ങി നടക്കുക. അവളെ കിട്ടാനില്ല. ഓ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. കാത്തുപോയതിന്റെ അസൂയല്ലേടി നിനക്ക്? അങ്ങനെ അസൂയൊന്നുമല്ല. പിന്നല്ലാതെ അവൾ അവിടെ പോയി അവൾ ഇവിടെ പോയി എണ്ണി പറയുന്നത് എന്ത്? എടി അതൊന്നുമല്ലടി. അവള് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും അവളുടെ തള്ളു മൊത്തം ഞാൻ ഇങ്ങനെ ഇരുന്ന് കേൾക്കണം. ഞാൻ അവിടെ പോയി അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ. അപ്പൊ നിനക്ക് തള്ളാനായിട്ട് ഒന്നും ഇല്ല, അതാണ് പ്രശ്നം. ഇപ്പൊ മനസ്സിലായി. ഞാൻ എന്തോ ചെയ്യും? നീ വിളിച്ചോക്കാ? ആര്? മാമനെങ്ങാനും വിളിച്ചോ? കിട്ടണ്ടേ? ഞാൻ വിളിച്ചൊക്കെ നോക്കി, കിട്ടണില്ല. നീ വൈകിട്ടേ വിളിച്ചു നോക്കാം. എന്തോ നടി? അച്ഛൻ അച്ഛൻ